പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഒരു ദുരന്തത്തിൻ്റെ ഭീകരത അനുഭവിച്ച് ഞെട്ടിത്തരിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അഹമ്മദാബാദിൽ നടന്ന വിമാനം ദുരന്തത്തിൽ ഏതാണ്ട് 295 പേര് ആണ് മരിച്ചതായിട്ടാണ് ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. മരിച്ചവരുടെ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഞാൻ മരിച്ചവർക്ക് വേണ്ടി ആദരാഞ്ജലിയും അവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:39 അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഏതാണ്ട് 32 സെക്കൻഡുകൾക്കകം തൊട്ടടുത്ത BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിൽ പതിച്ച് കത്തി അമരുകയായിരുന്നു. ആ വിമാനത്തിലുണ്ടായിരുന്ന 242 യാത്രക്കാരിൽ ഒരാളൊഴികെ 249 പേരും വെന്ത് മരിച്ചു. അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളും പരിസരത്തുള്ളവരുമായ 250-ലധികം പേരാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ 295-ലധികം പേരുടെ മരണം നടന്ന ഈ ദുരന്തം കഴിഞ്ഞ് ഉടൻ തന്നെ ആഭ്യന്തര അന്വേഷണത്തിന് പ്രധാനമന്ത്രി ഉത്തരവിട്ടു. അതിനുശേഷം ഇന്ന് പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രിയുമൊക്കെ ഇവിടെ സംഭവസ്ഥലത്തെത്തി കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ദുരന്തത്തിൻ്റെ ഏതായാലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണവും വസ്തുതയും പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെയാണ് ഈ ദുരന്തം എന്തുകൊണ്ട് സംഭവിച്ചു, ഇതിന് പിന്നിൽ സാധാരണഗതിയിൽ ഒരു വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടേക്ക് ഓഫിന് മുമ്പ് തന്നെ ആ വിമാനത്തിൻ്റെ മെയിൻ്റെനൻസും എല്ലാം പരിശോധിച്ച് ക്ലിയറാക്കിയതിന് ശേഷമാണ് ടേക്ക് ഓഫ് നടത്താറുള്ളത്. അങ്ങനെ തന്നെയാണ് എല്ലാ വിമാന കമ്പനികളും ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിലെന്തെങ്കിലും വീഴ്ച പറ്റുകയോ അതല്ലെങ്കിൽ വിമാനത്തിൻ്റെ കാലപ്പഴക്കമോ എഞ്ചിൻ തകരാറ് കൊണ്ടോ ആണ് ഇത്തരമൊരു ദുരന്തമുണ്ടായതെങ്കിൽ നമുക്ക് ഇതിനകത്ത് യാതൊന്നും പറയാനില്ല. ദുരന്തം നമ്മൾ സഹിച്ചേ പറ്റുകയുള്ളൂ. മറിച്ച് ഇതിനു പിന്നിൽ ഗൂഢാലോചനയോ ദുരൂഹതയോ ഉണ്ടെങ്കിൽ ഈ വിഷയം നമ്മൾ കുലംകുഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരട്ടിമറിയോ ഭീകരാക്രമണമാണെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദി എന്ന് നമ്മൾ ഓർക്കണം. അതായത് നമ്മുടെ രാജ്യത്തോട് അയൽ രാജ്യങ്ങൾക്കെല്ലാം ക്രൂരമായ ശത്രു തന്നെ നമ്മളോടുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ആഭ്യന്തര കുഴപ്പങ്ങളുണ്ടായി, പ്രശ്നമുണ്ടായി, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ തോറ്റുകഴിഞ്ഞ് നിൽക്കക്കള്ളിയില്ലാതെ അവിടുത്തെ അഴിമതിക്കാരിയായ പ്രസിഡന്റ് ഷേഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടി. അവർക്ക് നമ്മൾ രാഷ്ട്രീയ അഭയം കൊടുത്തു. അവരെ വിട്ടുകൊടുക്കണമെന്ന് അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും ആവശ്യപ്പെട്ടിട്ട് ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഇവിടുത്തെ ഇന്ത്യൻ ജനങ്ങളുടെ പ്രതിപക്ഷങ്ങളുടെ ഒന്നും അഭിപ്രായം കണക്കിലെടുക്കാതെ, ലോകരാജ്യങ്ങളുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ സ്വന്തം ഏകപക്ഷീയമായി സ്വേച്ഛാധിപത്യപരമായി പൗരത്വ നിയമം നടപ്പാക്കിയതിലും നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് നമ്മളോട് ശത്രുതയും അമർഷവും നിലവിലുണ്ട്. അതുമാത്രമല്ല, പഹൽഗാമിൽ നടന്ന ദുരന്തത്തിന്, കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി നമ്മൾ നടപ്പാക്കിയ സിന്ദൂർ നടപ്പാക്കുമ്പോൾ പ്രതിപക്ഷത്തോടോ മറ്റും ആലോചിക്കാതെയാണ് സിന്ദൂർ നടപ്പാക്കിയത് തന്നെ. അതുപോലെ തന്നെ വെടിനിർത്തൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തോടുകൂടി വെടിനിർത്തേണ്ടി വന്ന ഒരു ദുരവസ്ഥയും നമ്മൾ അനുഭവിക്കുന്നു. അതായത് അമേരിക്കൻ അടിമത്തം നമ്മൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. അതല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് കാരണമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് വെള്ളം കൊടുക്കാതെ അവിടുത്തെ ജനങ്ങളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതിൽ അയൽ രാജ്യങ്ങൾക്ക് നമ്മളോട് ശക്തമായ എതിർപ്പും അമർഷവും നമ്മളോടുണ്ട്. അതുമാത്രമാണോ, കഴിഞ്ഞ 11 വർഷമായി നമ്മുടെ പ്രധാനമന്ത്രി വിദേശയാത്രകൾ നിത്യേന നടത്താറുണ്ട്. ഏതാണ്ട് 100 കണക്കിന് വിദേശയാത്രകൾ നടത്തിയിട്ടും ഇന്ന് വരെ ഇന്ത്യയിൽ നിന്നൊരു പത്രപ്രവർത്തകനെയോ
ചാനൽ പ്രവർത്തകരെയോ മാധ്യമക്കാരെയോ കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ കാരണം അദ്ദേഹം വിദേശത്ത് പോയി നടത്തുന്ന ഇടപാടുകളും എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നും ആ ദുരൂഹതകളൊന്നും ഇന്ത്യൻ ജനങ്ങൾ അറിയരുതെന്നും അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ മാധ്യമ പ്രവർത്തകരെയോ പത്രപ്രവർത്തകരെയോ കൂടെ കൂട്ടുന്നില്ല? അതിന് ഇത് തന്നെയാണ് ഉത്തരം. അദ്ദേഹം ഏകപക്ഷീയമായി സ്വേച്ഛാധിപത്യപരമായി നടപ്പാക്കുന്ന ഇത്തരം നടപടികളിലൂടെ അതിന് തിരിച്ചടിയായി ലഭിക്കുന്ന അനന്തരഫലങ്ങളായി ലഭിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ, ഈ ദുരന്തം അങ്ങനെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അഥവാ ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആണെങ്കിൽ, ഒരു തീവ്രവാദി ആക്രമണമാണെങ്കിൽ, അതുപോലെ ഇനിയും ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തമൊക്കെ ഈ ഏകപക്ഷീയമായ സ്വേച്ഛാധിപത്യ ഭരണകൂടം തന്നെ ഏറ്റെടുത്തേ മതിയാവൂ. അതായത് ഈ ദുരന്തങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന വൻ വില, നഷ്ടപരിഹാരം, കോടാനുകോടി രൂപ ഈ ഇന്ത്യയിലെ അത്താഴപ്പട്ടിണിക്കാരായ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല. നിങ്ങൾ സ്വേച്ഛാധിപത്യപരമായ ഭരണം നടത്തുന്ന, ഏകപക്ഷീയമായി നടത്തുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ RSS, BJP, സംഘപരിവാർ സംഘടനകളുടെ പാർട്ടി ഫണ്ടായോ അവരുടെ കുടുംബ സ്വത്തായോ എടുത്ത് ഇത്തരം പ്രശ്നങ്ങൾക്ക്, ദുരന്തങ്ങൾക്ക്, നഷ്ടപരിഹാരത്തിനും ദുരന്തപരിഹാരങ്ങൾക്കും അങ്ങനെ തുക ഉപയോഗിക്കാവൂ. അതല്ലാതെ നമ്മുടെ പാവപ്പെട്ട ഈ ഇന്ത്യൻ കർഷകനും ഒരു രൂപ പോലും വില കൂട്ടി കൊടുക്കാതെ വർഷങ്ങളോളം സമരം ചെയ്തിട്ട് അവരെ അടിച്ചമർത്തുന്ന ഈ സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റിന് അവരുടെ നികുതി പണമെടുത്ത് ഇങ്ങനെ തൂർത്തടിച്ച് ചെലവഴിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങളുടെ പണത്തിൻ്റെ ചിലവിൽ നിങ്ങൾ RSS, BJP സംഘടനകൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിജി, അമിത്ഷാജിയും ഈ ദുരന്തങ്ങൾ പരിഹരിക്കരുതെന്നും അതിന് ജനങ്ങളുടെ പണം ഉപയോഗിക്കരുതെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.